സോ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്ക് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മച്ചന്മാരെ പറഞ്ഞ് എലൈറ്റ് മോഷൻ്റെ ABCD പോലും അറിയാൻ പാടില്ല, ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല ബ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എലൈറ്റ് മോഷൻ്റെ ABCD, അതായത് ബിഗിനേഴ്സ് ഗൈഡ് എന്ന പോലെ ഒരു വീഡിയോ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക, എന്നാലേ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒറ്റ ജസ്റ്റ് സബ്സ്ക്രൈബ് കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ആ ഒരൊറ്റ ജസ്റ്റ് സബ്സ്ക്രൈബ് കൊണ്ട് ഞങ്ങൾക്ക് അത്രയധികം മോട്ടിവേഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്, എഡിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അല്ലാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, ഒത്തിരി സമയം നിങ്ങളേണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക, ഉറപ്പായി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എലൈറ്റ് മോഷൻ്റെ ഒരു ചെറിയ ബിഗിനേഴ്സ് ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. എലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിൽ നമ്മുടെ സൈഡ് ഡ്രോയറിലായിട്ട് ഉള്ള സെറ്റിങ്സ് ഒക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രൊജക്റ്റ് സോർട്ടിംഗ് ആണ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്, ബൈ ഡേറ്റ് ആണോ അല്ലെങ്കിൽ ബൈ നെയിം ആണോ, അതായത് നമ്മൾ കൊടുക്കുന്ന നെയിം അനുസരിച്ച് വേണോ, അതോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് വെച്ച് വേണോ അറേഞ്ച് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ലോ ക്വാളിറ്റി പ്രിവ്യൂ, ഇത് ഓൺ ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ ഹൈ എൻഡ് ഡിവൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, ലോ എൻഡ് ഡിവൈസ് ആണെങ്കിൽ ഇത് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ലാഗ് വരും. പിന്നെ ഡെമോ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ ചില ഡിവൈസസിൽ, എൻ്റെ ഡിവൈസിൽ പ്രശ്നമുണ്ട്, ഗാലറി ഓപ്പൺ ആക്കാൻ ഇച്ചിരി ഡിലേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഓഡിയോ റീസാമ്പിളിങ് ലോ ഇട്ടിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൈഡ് ഡ്രോയറിലുള്ള സെറ്റിങ്. ഇനി മെയിനായിട്ട് വരികയാണെങ്കിൽ ഹോമിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എലൈറ്റ് മോഷൻ്റെ ഓരോ അപ്ഡേറ്റിനകത്തുള്ള പുതിയ പുതിയ എഫക്ട്സും അതുപോലെ തന്നെ ന്യൂസ് ലെറ്റേഴ്സും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോഴും ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് ഓരോന്നോരോന്ന് പഠിക്കുകയും ചെയ്യാം. പിന്നെ ട്യൂട്ടോറിയൽ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ എഫക്ട്സ് എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ പല പല രീതിയിലുള്ള എഡിറ്റിംഗ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ പറഞ്ഞു തരുന്നത് നമുക്ക് കണ്ടുപഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പ്ലസ് ഐക്കൻ്റെ ഇപ്പുറത്തായിട്ട് കിടക്കുന്ന പ്രോജക്റ്റ് സെക്ഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് മൊത്തം ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രീസെറ്റ്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു സെക്ഷനോടുണ്ട് എലമെൻറ്റ്സിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള കുറേ എലമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും. അതൊക്കെയാണ് എലമെൻറ്റ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. അതൊക്കെയാണ് എലമെൻറ്റ് സെക്ഷനിൽ വരുന്നത്. ഇനിയിപ്പോൾ പ്ലസ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ വരും, ഒന്ന് പ്രൊജക്റ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്, എന്നിട്ട് ഇവിടെ നെയിം ചോദിക്കും. അപ്പം നമ്മൾ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തേക്കാണ്, എന്നിട്ട് നമ്മൾ നെയിം ഇവിടെ ജസ്റ്റ് ഞാനിവിടെ ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും സ്ക്രീൻ റേഷ്യോ 16:9 എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ, 9:16 എന്ന് പറയുമ്പോൾ യൂട്യൂബ് വീഡിയോ തന്നെ ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ട്. പിന്നെ 4:5 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ആപ്റ്റായിട്ടുള്ള സ്ക്രീൻ സൈസാണ്. 1:1 എന്ന് പറയുമ്പോൾ ബോക്സ് ടൈപ്പ്, 4:3 എന്നുള്ളതും ഇൻസ്റ്റഗ്രാമിന് പറ്റുന്നതാണ്. പിന്നെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കസ്റ്റമായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റെസൊല്യൂഷൻ വേണമെന്നുള്ളത്. ഞാനിപ്പം ഒരു റെസൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഫ്രെയിം റേറ്റ് എത്ര വേണമെന്ന് ചോദിച്ചാൽ അപ് ടു 60 FPS നമുക്ക് കൊടുക്കാം. അപ്പോൾ 30 FPS ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ വേണം, ട്രാൻസ്പെറൻറ്റ് വേണോ, ലൈറ്റ് ഗ്രേ വേണോ, വൈറ്റ് വേണോ, ബ്ലാക്ക് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം. അപ്പോൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിനകത്ത് ഇത് ലെയേഴ്സ് സെലക്ട് ചെയ്യാനും കോപ്പി ചെയ്യും പേസ്റ്റും ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഇങ്ങേറ്റത്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മാർക്കർ ആഡ് ചെയ്യാനുള്ള, ഇങ്ങേറ്റത്ത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് ബുക്ക് മാർക്ക് പോലുള്ള സംഭവം മാർക്കർ ആഡ് ചെയ്യാനുള്ളതാണ്, ബീറ്റ് മാർക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ സെറ്റിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം റേറ്റ് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും, 60 FPS തന്നെ ഇവിടുന്ന് മാറ്റാൻ പറ്റും. പിന്നെ സ്റ്റാർട്ട് ടൈമർ, അതായത് എത്ര സമയം നമ്മൾ എഡിറ്റ് ചെയ്യാൻ എടുത്തെന്നുള്ളത് മണ്ടയ്ക്ക് ഇങ്ങനെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടും ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഈ പ്ലസ് ഐക്കണില്ലേ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വരും. അതിനുശേഷം നമ്മുടെ ഗാലറിയിൽ നിന്ന്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അല്ലാതെ വരത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് വ്യൂ ആൾ കൊടുക്കുക. വ്യൂ ആൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഗാലറി ഓപ്പൺ ആയി വന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ,
എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു വീഡിയോ ആയാലും ഏത് റെസൊല്യൂഷൻ ഏത് സ്ക്രീൻ സൈസിൽ ഇട്ടാലും ഇങ്ങനെ തന്നെയായിരുന്നു വീഡിയോയും ഫോട്ടോയും നമ്മൾ ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് മണ്ടയ്ക്കും താഴെയായിട്ട് നല്ലൊരു ബ്ലാക്ക് വരുന്നുണ്ട്. അതെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെയർ, അതായത് നമ്മളിപ്പോൾ ഇട്ടൊരു ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ ആയിട്ട് വന്നിട്ട് ഫിൽ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 1 2 3 4 5. ഓക്കെ, അതല്ല ഫിൽ സ്ക്രീൻ. ഓക്കെ, ഫിൽ സ്ക്രീൻ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഫില്ലായി കറക്റ്റ് ആ ബ്ലാക്ക് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇത് ഈ 0 എന്നും പറഞ്ഞിങ്ങനെ പിന്നെ 1 എന്ന് പറഞ്ഞ് ഓടുന്നില്ല, അതാണ് നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്ന സംഭവം. പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഒരു ബീറ്റ് മാർക്ക് ചെയ്തെന്ന് വെച്ചോ, ഇവിടെ ഒരു ബീറ്റ് മാർക്ക് ചെയ്ത്, എന്നിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ബീറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്ലേ ബട്ടൻ്റെ സൈഡിലുള്ള ഒരു ആരോ ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആദ്യത്തെ ബീറ്റിലോട്ട് പോകും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബീറ്റിലോട്ട് പോകും. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ലെയർ ഇച്ചിലൂടെ ഫ്രണ്ടിലോട്ട് പോകണമെന്ന് വെച്ചോ, അത് നമുക്ക് ആദ്യം ഇതിനെക്കാട്ടി നിങ്ങളുള്ള ഒരു ഓഡിയോ വല്ല ഇതിനകത്ത് ഇമ്പോർട്ട് ആക്കണം. ജസ്റ്റ് ഒരു ഓഡിയോ ഞാനിവിടെ ഇമ്പോർട്ട് ആക്കാം. ഓക്കെ, വെറുതെ ഒന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്, അത് പ്ലേ ചെയ്യുന്നൊന്നുമില്ല, കോപ്പറേറ്റ് വരുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പിക്ക് ഉണ്ടല്ലോ, ഈ ഒരു പിക്ക് നമുക്ക് ഈ ഓഡിയോ തീരുന്ന അത്രയും വേണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഈ ടൈം ലൈൻ ഒന്ന് സൂം ഔട്ട് ആക്കുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക. ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം 44.03 അത്രയാണ് ടൈം. എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു മീറ്റർ പോലെ കിടന്നിട്ട് ഇപ്പുറത്തായിട്ട് രണ്ടാമതായിട്ടൊരു ഓപ്ഷൻ ഇല്ല, ഏതാണ്ട് ഇവിടെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം ലൈന്, അതായത് നമ്മുടെ 44.03 എന്നുള്ള അത്രയും ടൈം ലൈന് ഈ ഒരു പിക്ക് ലോഡായി വരും. ഇനി നമുക്ക് കുറച്ച് അല്ലാത്ത ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഇവിടെ കാണുന്ന സെറ്റിങ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇനി പ്ലസ് ഐക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓഡിയോ, ഇവിടുന്ന് നമ്മുടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ളത്. പിന്നെ ഷേപ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ഷേപ്സ് വെച്ചിട്ട് ഇത് വെച്ചാണ് CCയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതായത് ഈ ലെയറിൽ തന്നെ CC ഒക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് വേറെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അത് ചെയ്യാണ് സാധാരണ പതിവ്. പിന്നെ ഈ ഷേപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ മോഷൻ ഗ്രാഫിക്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷനാണെന്ന് നോക്കാം. അപ്പോൾ ഈ സൗണ്ടിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ ലെയറാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വോയിസ് കൺട്രോൾ കിട്ടും. വോയിസ് കൂട്ടിയോ 150 വരെ, ഇപ്പോൾ 100 ആയിരിക്കും കിടക്കുന്നത്, 150 വരെ കൂട്ടാൻ പറ്റും, കുറയാനും പറ്റും. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട്സിനകത്താണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എഫക്ട്സ് സെക്ഷനിൽ നല്ല ഇഷ്ടം പോലെ എഫക്ട്സ് ഉണ്ട്. ഇതൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം അറിയേണ്ടതല്ല, ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പരിചയപ്പെട്ടു പോവാം. ഇതിനകത്ത് ഇഷ്ടംപോലെ എഫക്ട്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ എഡിറ്റ് ഷേപ്സ് എന്നും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഷേപ്പ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ കളർ ഫില്ല്, ഇപ്പം നിങ്ങൾക്ക് ഈ പടം വേണ്ട, വേറൊരു പടം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളറാക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിപ്പം ഗാലറി, ഈ സ്റ്റാർ എന്ന് ഇറക്കുന്നത് ഗാലറിയാണ്. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. കണ്ടില്ല, ഗാലറി ഓപ്പൺ ആയി വരും. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടുന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഉള്ളത് ഗ്രേഡിയൻറ്റ്, പിന്നെ കളർ ഫില്ല്, പിന്നെ ഒന്നും വേണ്ട എന്നുള്ള ഓപ്ഷനാണ്. ഇത്രയാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ബോർഡർ ആൻഡ് ഷാഡോ. ഈ ഒരു പിക്കിന് നമുക്ക് ബോർഡറോ സ്ട്രോക്കോ കാര്യങ്ങളോ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ, അതിപ്പോൾ അറിയാൻ പറ്റില്ല, ഫിൽ സ്ക്രീൻ കൊടുത്തേക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല, കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇതിനകത്താണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതാണ് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള സെക്ഷൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. നമ്മുടെ മൂവ്മെൻറ്റും റൊട്ടേഷനും സൂമിങ്ങും എല്ലാം ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാനുള്ളത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു കീ ഫ്രെയിം അല്ലെങ്കിൽ മാർക്കർ എന്നും പറയാം, കീ ഫ്രെയിം ആഡ് ചെയ്തു. നമ്മുടെ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അപ്പോൾ രണ്ടും ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ കീ ഫ്രെയിമിൻ്റെ അടുത്ത് കൊണ്ടുവച്ചതിന് ശേഷം ജസ്റ്റ് സൈഡിലോട്ടാക്കുകയാണ്. ഓക്കെ, സൈഡിലോട്ടാക്കുക, വെറുതെ ആക്കുകയാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം സൈഡിലോട്ടാക്കുകയാണ്. എന്നിട്ട് പ്ലേ ഒക്കെ ഞാൻ സൗണ്ട് കുറച്ചു പ്ലേ ആക്കി നോക്കുമ്പോഴത്തേക്ക് അറിയാം ചെറിയ ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് അൺഡു ചെയ്യണമെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, കണ്ടേ, അൺഡു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അതാണ് നമ്മുടെ പടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ളത്. ഇനി റൊട്ടേറ്റ് ഓപ്ഷനാണ്. റൊട്ടേറ്റ് ഓപ്ഷൻ കണ്ടു കിടക്കുന്നു. അതും ഇതുപോലെ തന്നെയാണ്. ജസ്റ്റ് ഞാനിവിടെ ഒരു മാർക്കർ ആഡ് ചെയ്തു, ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ മാർക്കർ ഞാൻ ഇങ്ങനെ വെച്ചു. അപ്പം ഇങ്ങനെ പ്ലേ ആക്കുകയാണ്, കണ്ടാ, അത്രേ ഉള്ളൂ. റൊട്ടേറ്റ് ആവുന്നുണ്ടല്ലേ, അങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് എഫക്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൂം എഫക്റ്റാണ്. സൂം എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യുന്നു, ഇവിടെ ഒരു മാർക്കർ ആഡ് ചെയ്യുന്നു. ഫസ്റ്റിൽ 0 കിടക്കുന്ന പോലെ തന്നെ കിടന്നോട്ടെ. സെക്കൻഡിൽ നമുക്ക് ഇച്ചിരി സൂം ചെയ്ത് കൊടുക്കാം,
കറക്റ്റ് അത് തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മാറ്റുവാണെങ്കിൽ അവിടെ എല്ലാം തനിയെ ഓരോ കീ ഫ്രെയിം അങ്ങ് ആഡ് ആയി വരും. അതാണ് ഞാനിങ്ങനെ ജസ്റ്റ് കറക്റ്റ് ഓക്കെ സൂം ചെയ്യും. ഇത്ര നമ്മൾ സൂം ചെയ്തു. ഇപ്പം നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം പയ്യെ സൂമിനായി പോകുന്നു. ഇത് തന്നെ ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് എല്ലാം പരിചയപ്പെടുത്തി പോകുന്നേ ഉള്ളൂ. എന്തിനാണ് എല്ലാം കൂടെ പറഞ്ഞ് ഫുൾ കൺഫ്യൂഷൻ ആക്കുന്നതെന്ന് വെച്ചിട്ട്. ഇനി നമുക്ക് ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ അത് നമ്മുടെ ഫോട്ടോ ചരിക്കാനായിട്ടുള്ളത് കണ്ടില്ലേ, ഇങ്ങനെ ചരിക്കാനുള്ളതാണ് കണ്ടില്ലേ. അത് വലിയ ഓപ്ഷനൊന്നും വരുന്നില്ല, എന്നാലും അറിഞ്ഞിരിക്കുക ഇങ്ങനെ ചരിക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. കണ്ടില്ലേ ഇങ്ങനെ, അതും കീ ഫ്രെയിമൊക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എന്നാണ് കാണിച്ചു തരാം. കണ്ട ആ മൂവ്മെൻ്റ് കണ്ട. അപ്പം അത്രേ ഉള്ളൂ, മൂവ്മെൻറ്റ് കാര്യത്തിൽ അത്രയും വരുന്നുള്ളൂ. ഇനി നമുക്ക് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അടുത്ത ഒരു ലെയർ നമ്മളെങ്ങനെ ഇടുമെന്നുള്ളതാണ്. എന്താണ്ട് ഇവിടെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 17 19 അത്രയും ഉള്ള സമയത്തിനുള്ളിൽ നമുക്ക് ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ആയിട്ട് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം പരിചയപ്പെടുത്തി പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള പ്രോസസ്സാണ്. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഒരു സംഭവം ഇത് നമ്മുടെ ടൈം സ്കെയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വരണോ എന്നുള്ളത്, എത്ര സ്ലോ വേണോ ഫാസ്റ്റ് വേണോ, അല്ലെങ്കിൽ ഒത്തിരി നേരം നിൽക്കണോ, സ്ലോ ഫാസ്റ്റ് അല്ല, ഒത്തിരി നേരം നിൽക്കണോ, കുറച്ച് സമയം മതി എന്നുള്ളത്. ഇതിപ്പം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് വെച്ചിട്ട്, അതായത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ അത്ര പരിചയമില്ലാത്തവർക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് വേറെ പഠിക്കാനുള്ളത് കണ്ട് ഇത് 3 ക്രോപ്പ് ഓപ്ഷനാണ്. ഓക്കെ, ഈ സൗണ്ടിൻ്റെയും ഈ സ്പീഡിൻ്റെയും നടുക്കിടക്കുന്ന 3 എണ്ണം ക്രോപ്പ് ഓപ്ഷനാണ്. അതായത് ആദ്യത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടുക്ക് വെച്ച് കട്ടായി പോകും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് അപ്പുറത്തെ സൈഡ് ഡിലീറ്റ് ആയി പോകും. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇത് തന്നെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ അവിടെ തന്നെ നിന്നിട്ട് റൈറ്റ് സൈഡിലെ ഡിലീറ്റ് ആയി പോകും. കണ്ടില്ലേ, അങ്ങനെയാണ്. ഇത്രയാണ് ബേസിക്കായിട്ട് ഇതിനകത്ത് പഠിക്കേണ്ട ഓപ്ഷൻസ്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ഒന്ന് വീഡിയോ, ജിഫ്, ഇമേജ് സീക്വൻസ്, പ്രോജക്റ്റ് പാക്കേജ്, കറണ്ട് ഫ്രെയിം. പ്രോജക്റ്റ് പാക്കേജിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രീസെറ്റ് ബേസ് ആണ്. പ്രീസെറ്റ് ബേസ് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കില്ലേ, അതാണ് പ്രൊജക്റ്റ് ബേസ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ കറണ്ട് ഫ്രെയിം പിങ് എന്നും പറഞ്ഞ് കുഴപ്പമുണ്ട്. അതായത് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കിടക്കുന്ന ഫ്രെയിം അതേപടി പിങ്ങായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനാണ് ആ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ ജിഫ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒരു ജിഫ് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യുന്നതിനാണ് ജിഫ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ വീഡിയോയുടെ അടുത്ത് നമ്മൾ തട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ എത്രയും കപ്പാസിറ്റി ഉണ്ടോ അത്ര എക്സാൻ പറ്റും. എൻ്റെ അതിനകത്ത് 1200p ആണ് മാക്സിമം. അപ്പം അത്രയൊന്നും ഞാൻ കൊടുക്കില്ല. ഞാൻ 720p ഇട്ട് എഡിറ്റ് ചെയ്തോളൂ, എക്സ്പോർട്ടും ചെയ്തോളൂ. കാരണം ഈ 1200 കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ടിങ് ടൈം ഭയങ്കരമായിരിക്കും. പിന്നെ കോഡക്ക് H264AVCയും H265HEVCയും കിടപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും. ആദ്യം തന്നെ ഇട്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഫ്രെയിം റേറ്റ് ബൈ ഡിഫോൾട്ട് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് 60 FPS ആണെങ്കിൽ ഫുൾ ഇടുമ്പോൾ 60 FPS ആയിരിക്കും. അഥവാ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് 30 FPS എന്നാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇടുമ്പോൾ 30 FPS ആയിരിക്കും. റെഡ്യൂസ്ഡ് ആക്കുമ്പോഴത്തേക്ക് അത് 15 ആവും, ലോ ആക്കുമ്പോഴത്തേക്ക് 7 FPS ആവും. പിന്നെ ബിറ്റ് റേറ്റ് ആണ് ഈ ക്വാളിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പഴയ കൺവേർഷനിലൊക്കെ ചെയ്യുമ്പോഴറിയാം ഓരോ ബിറ്റ് റേറ്റ് എത്ര വരണമെന്നുള്ളത്. അപ്പോൾ ഈ ബിറ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് ഫയൽ സൈസ് നിങ്ങൾക്ക് മണ്ടയ്ക്ക് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാനതിപ്പോൾ കുറച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിക്കണ്ടേ. എന്നിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ സൈസ് എൻ്റെ ഫോണിനെക്കാട്ടി പറ്റുന്നതിനെക്കാട്ടി ഇച്ചിരി കൂട്ടിലിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അത് മൈൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സ്പോർട്ടിന് കൊടുക്കുക, എക്സ്പോർട്ടിങ് വീഡിയോ. ഓക്കെ, ഇതിനി എക്സ്പോർട്ട് ആയി കഴിഞ്ഞിട്ട് സേവ് ഓപ്ഷൻ. അത്രയേ ഉള്ളൂ. എല്ലാം മനസ്സിലായില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എഡിറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.